ഹലോ, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നത്. അതുപോലെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. HSA സോഷ്യൽ സയൻസിൻ്റെ എക്സാം ഡേറ്റ് വന്നു. നവംബർ 4 എക്സാം വരുന്നത്. എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ കൊടുക്കാനുള്ള മെസ്സേജും വന്നു. എല്ലാവരും മറന്നു പോകാതെ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ കൺഫർമേഷൻ കൊടുത്തിരിക്കണം. ഇനി 2 മാസം മാത്രമാണ് എക്സാമിന് വേണ്ടിയിട്ട് ഉള്ളത്. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ എല്ലാവരും സിലബസ് ഫുള്ളായി തീർക്കാൻ വേണ്ടി ശ്രമിക്കണം. ഈ എക്സാമിന് വരുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ് റെനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ശ്രീനാരായണ ഗുരു 1856 to 1928. ബോൺ 20th August 1856. 1856 ഓഗസ്റ്റ് 20 ജനനം. ബർത്ത് പ്ലേസ് ചെമ്പഴന്തി. ഹൗസ് നെയിം വയൽവാരം വീട്. ഫാദർ മാടനാശൻ, മദർ കുട്ടിയമ്മ. ഡൈഡ് 20th September 1928. 1928 സെപ്റ്റംബർ 20 മരിച്ചത്. ഫാദർ ഓഫ് കേരള റെനൈസൻസ് ശ്രീനാരായണ ഗുരു. രാജശില്പി ഓഫ് കേരള റെനൈസൻസ് എന്നറിയപ്പെടുന്നതും സെക്കൻഡ് ബുദ്ധ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ്. രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. ദി കേവ് അറ്റ് മരുത്വാമലൈ വെയർ നാരായണ ഗുരു അറ്റൻഡഡ് എൻലൈറ്റ്മെൻറ്റ് ആൻഡ് മെഡിറ്റേറ്റഡ് ഫോർ മെനി ഇയേഴ്സ്. പിള്ളത്തടം, കന്യാകുമാരി. ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച മരുത്വാമല, അവിടുത്തെ ഗുഹയാണ് പിള്ളത്തടം ഗുഹ. ഈ ഗുഹയുള്ളത് കന്യാകുമാരിയിലാണ്. ഗുരു സ്റ്റാർട്ടഡ് എ സ്കൂൾ അറ്റ് അഞ്ചുതെങ്ങ് ഇൻ 1881. 1881 അഞ്ചുതെങ്ങിൽ ഒരു സ്കൂൾ ആരംഭിച്ചു ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ഫൗണ്ടഡ് ശിവഗിരി മഠ് ഇൻ 1904. 1904 ശിവഗിരി മഠം സ്ഥാപിച്ചത്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിൻ്റെ രാജശില്പി എന്നറിയപ്പെടുന്നതും ഗുരുവാണ്. സെക്കൻഡ് ബുദ്ധ എന്നറിയപ്പെടുന്നു. സെക്കൻഡ് ബുദ്ധ എന്ന് ഗുരുവിനെ വിശേഷിപ്പിച്ചത് ശ്രീ ജി ശങ്കരക്കുറുപ്പാണ്. ദ കേവ് അറ്റ് മരുത്വാമലൈ വെയർ നാരായണ ഗുരു അറ്റൈൻഡ് എൻലൈറ്റ്മെൻറ്റ് ആൻഡ് മെഡിറ്റേറ്റഡ് ഫോർ മെനി ഇയേഴ്സും. ഗുരു ഒരുപാട് വർഷം തപസ് അനുഷ്ഠിച്ച പിള്ളത്തടം ഗുഹ അത് സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ്. ഗുരു സ്റ്റാർട്ടഡ് എ സ്കൂൾ അറ്റ് അഞ്ചുതെങ്ങ് ഇൻ 1881. ശ്രീനാരായണ ഗുരു ഫൗണ്ടഡ് ശിവഗിരി മഠ് ഇൻ 1904. ദ ഇയർ ഇൻ വിച്ച് ട്രാവൻകൂർ ഗവൺമെൻറ് എക്സംപ്റ്റഡ് ശ്രീനാരായണ ഗുരു ഫ്രം അറ്റൻഡിങ് കോർട്സ്. 1904. തിരുവിതാംകൂർ സർക്കാർ ശ്രീനാരായണ ഗുരുവിനെ കോടതികളിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കിയ വർഷം 1904. ഗുരു ഓഫ് ശ്രീനാരായണ ഗുരു ഇൻ സാൻസ്ക്രിറ്റ് ആൻഡ് വേദാന്ത ഫിലോസഫി. പേട്ടയിൽ രാമംപിള്ള ആശാൻ സംസ്കൃതം വേദാന്ത തത്വചിന്തയിലും ഗുരുവായിരുന്നത് പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. ഗുരു ഓഫ് ശ്രീനാരായണ ഗുരു ഇൻ യോഗ. യോഗ അഭ്യസിപ്പിച്ചിരുന്ന ഗുരുവാണ് തൈക്കാട് അയ്യ. ദ യോഗ ഫോം ലേൺഡ് ബൈ ഗുരു ഫ്രം തൈക്കാട് അയ്യ. തൈക്കാട് അയ്യ ശ്രീനാരായണ ഗുരുവിനെ പഠിപ്പിച്ചിരുന്ന യോഗ ഹഠയോഗ. ദ സോഷ്യൽ റിഫോമർ ഹു വാസ് ഡിക്ലെയർഡ് ആസ് ദ നാഷണൽ സെയിന്റ് ഇൻ ദി സെൻസസ് റിപ്പോർട്ട് ഓഫ് ട്രാവൻകൂർ ഇൻ 1911. ശ്രീനാരായണ ഗുരു തിരുവിതാംകൂറിൻ്റെ സെൻസസ് റിപ്പോർട്ടിൽ ദേശീയ സന്യാസിയായി പ്രഖ്യാപിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. ഗുരു ഫൗണ്ടഡ് അദ്വൈതാശ്രമം അറ്റ് ആലുവ. 1913. 1913 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. ഗുരു സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യമാണ് ഓം സാഹോദര്യം സർവത്ര. ഗുരു ഹാഡ് കണ്ടക്ടഡ് അൻ ഇന്റർഡൈനിങ് ബൈ ഇൻക്ലൂഡിംഗ് ഓൺലി പുലയ കമ്മ്യൂണിറ്റി സ്റ്റുഡൻസ് ഇൻ 1915. പുലയ സമുദായത്തിലെ സ്റ്റുഡൻസിനെ മാത്രം ഉൾപ്പെടുത്തി ഇൻ്റർഡൈനിങ് നടത്തിയിരുന്നു ഗുരു. അത് എന്താണെന്ന് വെച്ചാൽ 1915. ഫൗണ്ടർ ഓഫ് നാരായണ സേവ ആശ്രമം അറ്റ് കാഞ്ചീപുരം. ഗോവിന്ദാനന്ദ സ്വാമി 1916.
1916 കാഞ്ചീപുരത്ത് നാരായണ സേവാ ആശ്രമം സ്ഥാപിച്ചത് ഗോവിന്ദാനന്ദ സ്വാമികളാണ്. ഗുരു സ്റ്റാർട്ടഡ് എ സാൻസ്ക്രിറ്റ് സ്കൂൾ ഇൻ 1916 അറ്റ് ആലുവ. ശ്രീനാരായണ ഗുരു ആലുവയിലും 1916 ഒരു സാൻസ്ക്രിറ്റ് സ്കൂളും സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഗുരു ഫൗണ്ടഡ് അദ്വൈതാശ്രമം അറ്റ് ആലുവ 1913. Motto Om Sahodharyam Sarvatra. Guru had conducted an interdining by including only Pulaya community students in 1915. Founder of Narayana Seva Ashramam at Kanjipuram. Govindananda Swami 1916. Guru started Sanskrit school in 1916 at Aluva. Guru is the only Kerala-lite whose birth and death anniversaries are declared holidays by the government of Kerala. The saint whom Sri Narayana Guru visited the Tiruvallamalai Ramana Maharshi 1960s. This is the only instance when visited another person. Guru is the only Kerala-lite whose birth and death anniversaries are declared holidays by the government of Kerala. കേരളത്തിൽ ഒരാളുടെ മാത്രമേ ജനനവും മരണവും ഹോളിഡേയ്സായിട്ട് ആചരിക്കുന്നുള്ളൂ. ആ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അതുപോലെ തിരുവല്ലാമലയിൽ ഗുരു വിസിറ്റ് ചെയ്ത ഒരു സന്യാസിയാണ് രമണ മഹർഷി. അത് 1916 Guru was the Mahatma of high intellectual supremacy, were the words of Ramana Maharshi. ശ്രീനാരായണ ഗുരു ഉന്നതമായ ബൗദ്ധിക മേധാവിത്വത്തിൻ്റെ മഹാത്മാവായിരുന്നു. ഇങ്ങനെ പറഞ്ഞത് രമണ മഹർഷിയാണ്. ഗുരു വിസിറ്റഡ് ദ സത്യാഗ്രഹീസ് അറ്റ് വൈക്കം ഇൻ 1924. വൈക്കത്ത് സത്യാഗ്രഹികളെ ഗുരു സന്ദർശിച്ചത് 1924. ഗുരു ലെഡ് ദി സർവമത സമ്മേളനം ഹെൽഡ് അറ്റ് ആലുവ ഇൻ 1924. 1924 ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത്. ദ ചെയർമാൻ ഓഫ് ആലുവ സർവമത സമ്മേളനം സദാശിവ അയ്യറാണ് സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ദ തീം ഓഫ് ദി കോൺഫറൻസ് നോട്ട് ഫോർ ആർഗ്യുമെൻറ്റ് ബട്ട് ടു നോ ആൻഡ് ഇൻഫോം അതേഴ്സ്. ഈ സർവമത സമ്മേളനത്തിൻ്റെ പ്രമേയം നോട്ട് ഫോർ ആർഗ്യുമെൻറ്റ് ബട്ട് ടു നോ ആൻഡ് ഇൻഫോം അതേഴ്സ്. വാദത്തിനല്ല, മറ്റുള്ളവരെ അറിയാനും അറിയിക്കാനുമാണ് എന്നാണ് ഈ സർവമത സമ്മേളനത്തിൻ്റെ തീം. ദി കോൺഫറൻസ് ഇൻ വിച്ച് ഗുരു കോൾഡ് ഫോർ ദി അബോളിഷൻ ഓഫ് താലികെട്ട് കല്യാണം. ആലുവ കോൺഫറൻസ്. ഈ ആലുവ സമ്മേളനത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത്. ദ റെനൈസൻസ് ലീഡർ ഹു അഡ്വക്കേറ്റഡ് ദാറ്റ് ദെയർ മസ്റ്റ് ബി സ്കൂൾസ് അറ്റാച്ച്ഡ് ടു ഓൾ ടെമ്പിൾഡ്. ശ്രീനാരായണ ഗുരു. The film Yugapurushan, based on the life of Srinarayana Guru, was directed by R. Sukumaran. The film Srinarayana Guru was directed by P.A. Bakkar. The first statue of Guru was built at Talasheri 1927. 1927 തലശ്ശേരിയിലാണ് ഗുരുവിൻ്റെ ഫസ്റ്റ് സ്റ്റാച്യു സ്ഥാപിച്ചത്. ശ്രീനാരായണ ഗുരു ട്രസ്റ്റ് വാസ് ഫൗണ്ടഡ് ബൈ ആർ ശങ്കർ 1952 കൊല്ലത്താണ് 1952 ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിച്ചത്. അത് സ്ഥാപിച്ചത് ആർ ശങ്കറാണ്. ഫസ്റ്റ് മലയാളി ഹൂസ് പിക്ചർ വാസ് ഇൻസ്ക്രൈബ്ഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ് ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂഡ് എ കമമറേറ്റ് പോസ്റ്റേജ് സ്റ്റാമ്പ് ഓഫ് ശ്രീനാരായണ ഗുരു ഓൺ 21 August 1967. ഫസ്റ്റ് മലയാളി ഹൂസ് പിക്ചർ വാസ് inscribed on the postal stamp for another country, ശ്രീനാരായണ ഗുരു, കൺട്രി ശ്രീലങ്ക. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ഗുരുവിനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1967 August 21. മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. അത് 2009 രാജ്യം ശ്രീലങ്കയാണ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു പാസ്ഡ് അറ്റ് ദ ഏജ് ഓഫ് 72. 72 വയസ്സിലാണ് മരണപ്പെട്ടത്.
ദ ഫസ്റ്റ് മലയാളി ടു പോർട്രേഡ് ഇൻ കോയിൻസ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ്. RBI issued a 5 rupee coin in commemoration of ശ്രീനാരായണ ഗുരുസ് 150th ബർത്ത് ആനിവേഴ്സറി ഓൺ 7th September 2006. ഗുരുവിനോടുള്ള ആദരസൂചകമായി റിസർവ് ബാങ്ക് അദ്ദേഹത്തിൻ്റെ മുഖം ആലേഖനം ചെയ്ത 5 രൂപ നാണയം പുറത്തിറക്കി. അതാണ് 2006 സെപ്റ്റംബർ 7. SNDP യോഗം വാസ് ഫൗണ്ടഡ് ഓൺ 15th May 1903. 1903 മെയ് 15-നാണ് SNDP യോഗം സ്റ്റാർട്ട് ചെയ്തത്. The first and the lifetime president of SNDP ശ്രീനാരായണ ഗുരു. The first mouthpiece of SNDP വിവേകോദയം 1904. ആദ്യത്തെ മുഖപത്രമാണ് SNDPയുടെ ആദ്യത്തെ മുഖപത്രം വിവേകോദയം. അത് 1904-ലാണ്. ദി പബ്ലിക്കേഷൻ വിച്ച് വാസ് നോൺ ആസ് ഈഴവ ഗസറ്റ് വിവേകോദയം. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് വിവേകോദയമാണ്. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ കുമാരനാശാൻ. വിവേകോദയത്തിൻ്റെ ആദ്യ ഔദ്യോഗിക പത്രാധിപരാണ് M. ഗോവിന്ദൻ. ദ പ്രസൻറ്റ് മൗത്ത് പീസ് ഓഫ് SNDP യോഗനാഥം. ഇപ്പോഴത്തെ മുഖപത്രമാണ് യോഗനാഥം. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, നിർവൃതി പഞ്ചകം, ജനനി, നവരത്ന മഞ്ജരി, അദ്വൈത ദീപിക, അറിവ്, ജീവകാരുണ്യ പഞ്ചകം, അനുകമ്പ ദശകം, ജാതി ലക്ഷണം, ചിജ്ജട ചിന്തകം, ശിവശതകം, കുണ്ടലിനി പാട്ട്, വിനായകാഷ്ടകം, തേവാരപ്പതികങ്ങൾ, തിരുക്കുറൽ വിവർത്തനം, ജ്ഞാനദർശനം, കാളി നാടകം, ചിദംബരാഷ്ടകം, ഇന്ദ്രിയ വൈരാഗ്യം, ശ്രീകൃഷ്ണ ദർശനം. ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത കൃതികൾ ഈശാവാസ്യോപനിഷത്ത്, തിരുക്കുറൽ, ഒടുവിലൊഴുക്കം. ഇത്രയുമാണ് പ്രധാന കൃതികൾ. ശ്രീലങ്ക വിസിറ്റ്. ദ ഓൺലി ഫോറിൻ കൺട്രി വിസിറ്റഡ് ബൈ ഗുരു ശ്രീലങ്ക. ഒരേ ഒരു ഫോറിൻ കൺട്രിയിൽ മാത്രമേ ഗുരു വിസിറ്റ് ചെയ്തിട്ടുള്ളൂ. അത് ശ്രീലങ്കയാണ്. ഗുരു വിസിറ്റഡ് ശ്രീലങ്ക ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ 1918. ദ സെൻറ്റനറി ഓഫ് ഗുരുസ് വിസിറ്റ് ടു ശ്രീലങ്ക വാസ് സെലിബ്രേറ്റഡ് ഇൻ 2018. അതായത് 1918 ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശനം നടത്തിയത്. ഇതിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചത് 2018. The disciple chosen by Guru to spread his message in Sri Lanka, സ്വാമി സത്യാവ്രത. ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ശ്രീലങ്കയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യനാണ് സ്വാമി സത്യാവ്രത. ദ ഗുരുസ് സെക്കൻഡ് വിസിറ്റ് ടു ശ്രീലങ്ക വാസ് ഇൻ 1926. രണ്ടാമത് ശ്രീലങ്ക സന്ദർശനം നടത്തിയത് 1926. ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട വചനങ്ങൾ നോക്കാം. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ്, നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് എന്നാണ് ഗുരു പറഞ്ഞതെന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. സംഘടിച്ച് ശക്തരാക്കുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനും. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഇതൊക്കെയാണ് ഗുരുവിൻ്റെ പ്രധാന വചനങ്ങൾ. നെക്സ്റ്റ് ഡിസൈപ്പിൾസ് അഥവാ ശിഷ്യന്മാർ. ഫേമസ് ഡിസൈപ്പിൾസ് ഓഫ് ശ്രീനാരായണ ഗുരു. ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, നടരാജ ഗുരു. ദ ഫസ്റ്റ് സന്യാസ ഡിസൈപ്പിൾ ഓഫ് ഗുരു ശിവലിംഗ സ്വാമികൾ. ദ ലാസ്റ്റ് സന്യാസ ഡിസൈപ്പിൾ ആനന്ദ തീർത്ഥ സ്വാമികൾ. ദ ഡിസൈപ്പിൾ നോമിനേറ്റഡ് ബൈ ഗുരു ഹിംസെൽഫ് ആസ് ഹിസ് സക്സസർ ബോധാനന്ദ സ്വാമികൾ. ദ ഫസ്റ്റ് യൂറോപ്യൻ ഡിസൈപ്പിൾ ഓഫ് ഗുരു ഏണസ്റ്റ് കിർക്ക്. ദി ഫസ്റ്റ് ടെമ്പിൾ കോൺസെക്രേറ്റഡ് ബൈ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം. ശ്രീനാരായണ ഗുരു ആദ്യമായി
പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് അരുവിപ്പുറം. ശ്രീനാരായണ ഗുരു built അരുവിപ്പുറം temple in 1887. ശ്രീനാരായണ ഗുരു's famous അരുവിപ്പുറം consecration was in 1888 February. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. These words are inscribed on a plaque at അരുവിപ്പുറം temple. അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിലാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് എഴുതി വച്ചിരിക്കുന്നത്. ജഗന്നാഥ ടെമ്പിൾ ഇൻ തലശ്ശേരി വാസ് കോൺസെക്രേറ്റഡ് ബൈ ശ്രീനാരായണ ഗുരു 1908. 1908 ജഗന്നാഥ ടെമ്പിൾ തലശ്ശേരിയിൽ സ്ഥാപിച്ചു. ദ ഫൗണ്ടർ ഓഫ് ശാരദ ടെമ്പിൾ അറ്റ് വർക്കല ശ്രീനാരായണ ഗുരു 1912. ഗുരു എസ്റ്റാബ്ലിഷ്ഡ് കുദ്രോളി ഗോകർണനാഥ ടെമ്പിൾ അറ്റ് മംഗളൂർ കർണാടക. ഗുരു ഓമിനോടൊപ്പം സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നീ വാക്കുകളും ആലേഖനം ചെയ്ത പഞ്ചലോക ഫലകം പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് മുരുക്കുംപുഴ. ദ ടെമ്പിൾ അറ്റ് വിച്ച് ഗുരു കോൺസെക്രേറ്റഡ് നിലവിളക്ക്, വിളക്കമ്പലം, കാരമുക്കും. ദ മിറർ കോൺസെക്രേറ്റഡ് ടെമ്പിൾ ബൈ ശ്രീനാരായണ ഗുരു, കലവങ്കോട് ആൻഡ് ഉള്ളളം. ദ ഫസ്റ്റ് മിറർ കോൺസെക്രേറ്റഡ് ടെമ്പിൾ ബൈ ശ്രീനാരായണ ഗുരു, കലവങ്കോട് ടെമ്പിൾ 1927. ദി ലാസ്റ്റ് ടെമ്പിൾ കോൺസെക്രേറ്റഡ് ബൈ ഗുരു, ഉള്ളല, വെച്ചൂറും. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളാണ് കളവൻകോടം, ഉല്ലല. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോട് ക്ഷേത്രത്തിൽ. ശ്രീനാരായണ ഗുരു അവസാനമായി പ്രതിഷ്ഠ നടത്തിയത് ഉല്ലല, അത് വെച്ചൂരാണ്. ചട്ടമ്പി സ്വാമികൾ മെറ്റ് ശ്രീനാരായണ ഗുരു ഇൻ 1882 അന്നിയൂർ ക്ഷേത്രം. അന്നിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ചട്ടമ്പി സ്വാമികൾ 1882 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്. കുമാരനാശാർ മെറ്റ് ശ്രീനാരായണ ഗുരു ഇൻ 1891 കായിക്കര. ഡോക്ടർ പൽപ്പു മെറ്റ് ശ്രീനാരായണ ഗുരു ഇൻ 1895 ബംഗളൂരു. അയ്യങ്കാളി മെറ്റ് ശ്രീനാരായണ ഗുരു ഇൻ 1912 ബാലരാമപുരം. വാഗ്ഭടാനന്ദ മെറ്റ് ശ്രീനാരായണ ഗുരു ഇൻ 1914 ആലുവ. ടാഗോർ മെറ്റ് ശ്രീനാരായണ ഗുരു ഇൻ 1922 നവംബർ ശിവഗിരി. ദ പേഴ്സൺ എലോങ് വിത്ത് ടാഗോർ വാസ് CF ആൻഡ്രോസും. ഗാന്ധിജി മെറ്റ് ശ്രീനാരായണ ഗുരു ഇൻ 12 മാർച്ച് 1925 ശിവഗിരിയിൽ. ശിവഗിരിയിൽ വെച്ചാണ് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്. അത് 1925 മാർച്ച് 12 ടാഗോറിനൊപ്പം വന്ന മറ്റൊരു വ്യക്തിയാണ് CF ആൻഡ്രോസും. ടാഗോർ കണ്ടുമുട്ടിയ വർഷം 1922 നവംബർ, അത് ശിവഗിരിയിൽ വെച്ചാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്നത് ഏത് കൃതിയിലെ വരികളാണ്? ആത്മോപദേശ ശതകം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ജാതിമീമാംസം. ജാതിമീമാംസ ദ്വയത്തിലെ ജാതി നിർണയം എന്ന പദ്യത്തിലാണ് ഈ വചനങ്ങൾ ഉള്ളത്. ശ്രീനാരായണ ട്രോഫി ബോട്ട് റേസ് ഈസ് ഹെൽഡ് ഇൻ കന്നേറ്റിക്കായൽ, കരുനാഗപ്പള്ളി. ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് ഈസ് ഹെൽഡ് അറ്റ് കുമരകം, കോട്ടയം. ഇത്രയുമാണ് ഇന്നത്തെ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള ടോപ്പിക്സുകൾ നെക്സ്റ്റ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ HSAയുടെ സിലബസ് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.